രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് റവ ഹൽവ എന്ന് പറയാം. നമ്മൾ ക്ഷീര ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്നത്, അതായത് റവ കേസിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പായത്. ആദ്യം ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്തിട്ട് ഞാൻ കുറച്ച് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാം. എന്നിട്ടൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇച്ചിരി നെയ്യും ഓയിലും ഒഴിച്ചിട്ട്, എൻ്റെ കയ്യിൽ മുന്തിരിങ്ങ മാത്രമേ ഉള്ളായിരുന്നു, അതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ വറുത്തെടുക്കാമേ. എന്നിട്ട് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ 2 കപ്പ് റവ എടുത്ത് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നെയ്ക്കകത്തെ. അപ്പോൾ റവയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ശർക്കര വെള്ളം ഉണ്ടല്ലേ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാരയും വേണമെങ്കിൽ ചേർക്കാമേ. ഞാൻ 1 കപ്പ് റവയ്ക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ എടുത്തിട്ട് പിന്നെ ഒരു 1/2 കപ്പ് കൂടെ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട്. അന്നേരം നല്ലൊരു ലൂസായിട്ട് നമുക്ക് കിട്ടും. ഇതിലേക്ക് ഞാനൊരു 5-6 ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് നന്നായി ഞാൻ ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ആ മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തത് കണ്ട ഈ പരുവത്തിലാണ്. ഒരു ഇച്ചിരി നമ്മൾ തവിയിൽ നിന്ന് വിടുമ്പോൾ ഇങ്ങനെ ആണ് വിട്ട് വരുന്നത്. അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈറ്റായിട്ട് എടുക്കണമെങ്കിൽ അതനുസരിച്ച് വെള്ളം 1/2 കപ്പ് എക്സ്ട്രാ ഒഴിക്കണ്ടേ. അപ്പോൾ ചായയൊക്കെ ഒന്ന് തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചായയും കൂടെ കുടിക്കാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റവ ഹൽവ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ റവ കേസരി എന്ന് പറയാം. അപ്പോൾ അതിനുശേഷം രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് തോരൻ വയ്ക്കാനായിട്ട് ചപ്പാത്തിക്കൊക്കെ അതുണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചിട്ട് സവാള, ഈ തോരൻ എനിക്ക് മെഴുക്കുവരട്ടിയേക്കാൾ ഇഷ്ടം ഈ തോരനാണ്. സവാള വഴന്നണം, അതിലേക്ക് തേങ്ങയും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുത്ത് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു തോരനാണ് നമ്മുടെ ഉരുളൻകിഴങ്ങ് തോരൻ. അപ്പോൾ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചക്കപ്പഴം ഇവിടെ വാങ്ങിച്ചായിരുന്നല്ലോ. അപ്പോൾ ആ ചക്കപ്പഴത്തിൻ്റെ ചക്കക്കുരു ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നു. അത് മെഴുക്കുവരട്ടിയൊക്കെയാന്ന് വെച്ചാൽ അത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻഡിന്. അപ്പോൾ ഉണ്ടാക്കി വന്നോണ്ടേ എല്ലാവർക്കും ഇഷ്ടമായി, പിള്ളേരും എല്ലാവരും കഴിച്ചു. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഒരു സവാളയും കുറച്ച് തേങ്ങ കൊത്തൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനിതൊന്ന് നമ്മൾ ഉപ്പി പറ്റിക്കുമെന്ന് പറയും, കുറച്ചൊന്ന് വേവിച്ചെടുക്കും ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചിട്ട്, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി കുറേയും കൂടെ നല്ലതേ. പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതൊക്കെ ഇടിച്ച് നമ്മൾ വറക്കുന്ന ചേർത്താൽ കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതൊന്ന് ഉപ്പി പറ്റിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ പാൻ വെച്ചിട്ട് അത് വെന്ത് കഴിഞ്ഞിട്ട് പാനിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതിൽ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ തൊലിയോടുകൂടി ചതച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. ഇവിടെ ഇവർക്ക് ഒന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ പാൻ വെച്ചിട്ട് ഓയിലൊഴിച്ച് അതിലേക്ക് ഇച്ചിരി കടുക് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി മുളക് പൊടിയും ചേർക്കും. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചതച്ചിടണേ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് ചക്കക്കുരും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇനി അത് ഒന്ന് മസാല പിടിച്ചൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. അപ്പം നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ വ്ലോഗിൽ ഇട്ടിട്ടുണ്ട്.